സോ നിങ്ങളെല്ലാവരും പെന്നും പേപ്പറും എടുത്ത് കാര്യങ്ങൾ എഴുതി വെക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ഒരു 120 പോയിന്റ്സോ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അതിൽ കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാസ്റ്റിംഗ് സ്കാൽപ്പിംഗ് സെറ്റപ്പ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. എ ഒ ടി ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. അതിൽ ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ഞാൻ ഇതിൻ്റെ മുമ്പേ പണ്ടേ വർഷങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റിംഗ് സെറ്റപ്പാണ്. സ്റ്റിൽ ഞാനിത് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ്. ബട്ട് നിങ്ങളിൽ പല ആളുകൾക്കും പ്രൈസിനെ വായിക്കാൻ മേ ബി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇതിനകത്ത് തന്നെ കവറായി പോകും. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സെറ്റപ്പിനെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ നാളെ മുതൽ, മൺഡേ മുതൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം ഈ ഒരു സ്ട്രാറ്റജി വീഡിയോ കാണാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇൻ ദ സെൻസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ തുടക്കം മുതൽ വാച്ച് ചെയ്യുക. ബ്ലാസ്റ്റിംഗ് ആയിട്ട് വർക്ക് ആവുന്ന, ഷാർപ്പായിട്ട് നല്ല പ്രോഫിറ്റുകൾ കിട്ടുന്ന ഒരു സൂപ്പർ സെറ്റപ്പ് തന്നെയാണ്. ആൻഡ് എഗെയിൻ പറയാണ്, റൂളുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. റൂളുകൾ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്നാണോ റൂൾ തെറ്റിക്കുന്നത് അന്ന് പിടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് മാർക്കറ്റ്. സോ നിർബന്ധമായിട്ടും റൂളിനെ ഫോളോ ചെയ്യുക. ഇതിനകത്ത് കുറച്ച് റൂൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ റൂളിൽ തെറ്റിക്കഴിഞ്ഞാൽ എസ് എൽ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ റൂളിനെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ റൂളിനെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. റിസ്ക് റിവാർഡിനെ പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുക. 120 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം അത് കിട്ടണം എന്നുള്ള വാശിയിൽ തന്നെ മാർക്കറ്റിലിരിക്കുക. പറഞ്ഞ ടൈം ഫ്രെയിമിൽ മാത്രം ട്രേഡ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഓവറായിട്ടുള്ള ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങൾ പല ആളുകളും ഇത് കണ്ടാലും ഷെയർ ചെയ്ത് കൊടുക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ബട്ട് ഈ ഒരു വീഡിയോനെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ടെലഗ്രാമിൽ നിങ്ങൾക്ക് തരുന്ന ലെവൽസിൽ പോലും ഒരു റിയാക്ഷൻ പോലും ഇടാത്ത ആളുകളൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഒരു എന്താ പറയുക, മടുപ്പ്, ഒന്നാമത്തെ മടിയനാണ്. ചില സമയത്ത് കുറച്ച് ഓവറായിട്ട് മടുപ്പ് തോന്നുന്നതാണ് റിയാലിറ്റി. സോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇത് ഞാൻ ആകെ ബാങ്ക് നിഫ്റ്റിയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതും ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ്. ദാറ്റ് ഡസൻ മീൻ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റിലൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ളതല്ല. നിങ്ങൾ ഏത് ഇൻസ്ട്രുമെൻറ്റിലാണോ ട്രേഡ് ചെയ്യുന്നത്, നിഫ്റ്റി ആവട്ടെ, ബാങ്ക് നിഫ്റ്റി ആവട്ടെ, ഫിൻ നിഫ്റ്റി ആവട്ടെ, മിഡ് ക്യാപ്പ് ആവട്ടെ, ഇതിനകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് എസ് എൽ മാത്രമേ ചെറുതായിട്ടുള്ള വ്യത്യാസം വരുന്നുള്ളൂ. സോ അത് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ഒരു രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ റൂളുകളാണ്. റൂളുകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എസ് എൽ എന്ന് പറയുന്നത് 30 പോയിന്റ്സ് മാത്രം എടുക്കുക. അതിനകത്തൊരു ബഫർ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 32 പോയിന്റ്സ് എന്നുള്ളതിനകത്തേക്ക് കൊണ്ടുപോവുക. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് എസ് എൽ നിങ്ങൾ കൊണ്ടുപോകാണ്ടിരിക്കുക. അതിലും വലിയ എസ് എൽ കൊടുക്കേണ്ട കാര്യമില്ല. മോർണിംഗ് അവേഴ്സിലെ മൊമെന്റമാണ്. ആ ഒരു സമയത്ത് മൊമെന്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് 120 പോയിന്റ്സ് ഷാർപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അതിലും വലിയൊരു എസ് എൽ നിങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. 30 പോയിന്റ്സ് അതത്ര മതി. ആൻഡ് രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ 11 മണിയോടുകൂടി നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ എൻട്രി ഇതിനകത്ത് വരുന്നില്ല. സോ 11 മണിക്ക് മുമ്പ് കിട്ടുന്ന എൻട്രികൾ മാത്രം പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള എൻട്രീസിനെ ഒഴിവാക്കുക. ആൻഡ് റിവേഴ്സൽ ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3 സെറ്റപ്പ് ആയിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ ദ സെൻസ് ഓപ്ഷൻസിന് ചാർട്ടിനകത്തും ഞാൻ നോക്കുന്നുണ്ട്, 3 മിനിറ്റ് ചാർട്ടിനകത്തും ഞാൻ നോക്കുന്നുണ്ട്, 1 മിനിറ്റ് ചാർട്ടിനകത്തും ഞാൻ നോക്കുന്നുണ്ട്. സ്കാൽപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സൽ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ റിവേഴ്സലിന് മാത്രം പറയുന്ന ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെ നിർബന്ധമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് അടുത്ത് വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ 2 ട്രേഡിനെ മാത്രം പ്ലാൻ ചെയ്യുക. വൺസ് നിങ്ങൾക്ക് ഒരു ട്രേഡ് ആക്റ്റീവായി ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നത് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഡൺ. ഫസ്റ്റത്തെ ട്രേഡ് പ്രോഫിറ്റ് കിട്ടി, രണ്ടാമത്തെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. 120 പോയിന്റ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കി, 30 പോയിന്റ്സ് എസ് എൽ കിട്ടി, 90 പോയിന്റ്സ് സേവ്. ആൻഡ് ഫസ്റ്റത്തെ ട്രേഡ് എസ് എൽ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രേഡും എസ് എൽ ആണെന്നുണ്ടെങ്കിൽ 60 പോയിന്റ്സ് എസ് എൽ, പരിപാടി തീർന്നു. അതേപോലെ തന്നെ 2 ട്രേഡ് എന്നുള്ള റൂളിനെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. സിമ്പിൾ ആയിട്ടുള്ള റൂളുകളാണ് പറയുന്നത്. ആ സിമ്പിൾ ആയിട്ടുള്ള റൂളുകളെ അതേപോലെ ഫോളോ ചെയ്യുക. ആൻഡ് നാളെ മുതൽ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ആൻഡ് ട്രേഡ് ചെയ്യുമ്പോഴുള്ള റൂളുകൾ എന്ന് പറഞ്ഞാൽ
ലെറ്റ്സ് സേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇനീഷ്യൽ മൊമെന്റത്തിനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റോപ്പ് ലോസിന്റെ റൂൾ കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഒരു റൂൾ കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, വൺസ് 30 പോയിന്റ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വൺസ് 30 പോയിന്റ്സിന്റെ മുകളിലുള്ള ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ, ഇൻ ദ സെൻസ് ഒരു 60 പോയിന്റ്സ് ഒക്കെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ, പിന്നെ ആ ട്രേഡിനെ ലോസിൽ വിടാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ് എൽ നിങ്ങൾക്ക് കോസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം, ഓറൽസ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്രയലും ചെയ്ത് വെക്കാം, ഓറൽസ് എസ് എല്ലിനെ 15 പോയിന്റ്സിലേക്കെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും കാണാൻ പറ്റും, നിങ്ങൾ എസ് എൽ ട്രയൽ ചെയ്ത് വെച്ചിട്ട് അത് വന്നിട്ട് ഷാർപ്പായിട്ട് ഹിറ്റാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ടും കാണാൻ പറ്റും. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസിനെ കുറക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ റൂള് റിയൽ മാർക്കറ്റിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. സോ ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. സോ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് RSI എന്നുള്ള ഇൻഡിക്കേറ്റർ ആണ്. ഈ ഒരു RSI ഇൻഡിക്കേറ്ററിനെ ഞാൻ പല പ്രാവശ്യം യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻ ദ സെൻസ് വീഡിയോയിൽ പല പ്രാവശ്യം ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററിനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ള, ഞാൻ ഒരു മടിയും കൂടാതെ ടെസ്റ്റ് ചെയ്യുന്ന, ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഡിക്കേറ്റർ RSI മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് അത്രയും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കോൺഫിഡൻസ് കിട്ടുന്നതാണ്. സോ കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒരേ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ RSI ആണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മൊമെന്റം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ. സോ RSI എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നുള്ളതാണ് RSI എന്ന് പറയുന്നത്. സോ RSI ബൈ ഡിഫോൾട്ട് എത്ര ഉണ്ടാവുക, 14 പീരീഡിന്റെ RSI ആണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. 14 പീരീഡിന്റെ RSI എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള 14 ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലേക്ക് മൊമെന്റം ഉണ്ടോ, ഓർസ് ഈ ഒരു ക്യാൻഡിലിന്റെ താഴത്തേക്ക് മൊമെന്റം ഉണ്ടോ എന്നുള്ളതാണ് RSI നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ചാർട്ടിൽ RSIനെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ചാർട്ടിൽ RSI എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കിട്ടും. സോ ഞാൻ ആദ്യം RSIയുടെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് RSI ലെങ്ത് 14 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാണ്. ആൻഡ് സ്റ്റൈലിലേക്ക് വന്നിട്ട് RSIയുടെ ഞാൻ അപ്പർ RSI കൊടുത്തിട്ടുള്ളത്, അപ്പർ ബാൻഡ് കൊടുത്തിട്ടുള്ളത് 60 ആണ്. ആൻഡ് ലോവർ ബാൻഡ് കൊടുത്തിട്ടുള്ളത് 40 ആണ്. RSI അപ്പർ ബാൻഡ് 60 ആണ്, ലോവർ ബാൻഡ് 40 ആണ്. പ്രീവിയസ്ലി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം സെറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഓക്കെ കൊടുത്തു. സോ ഇപ്പോൾ ഇവിടെ എൻ്റെ ചാർട്ടിൽ RSI ഇവിടെ പ്ലോട്ടായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് ഞാൻ നോക്കുന്നത് എന്താണെന്നറിയോ, ഓഫ് കോഴ്സ് ഞാൻ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് തന്നെ 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത്. 1 മിനിറ്റ് ടൈം ഫ്രെയിം ധാരാളം മതി. സോ എനിക്ക് ബൈയിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ റൂള് എഗെയിൻ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചേക്കുക. ഷെയർ നിങ്ങൾ എന്തായാലും ചെയ്തോ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ആൻഡ് ആ ഒരു വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് സമയമുള്ള സമയത്ത്, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അഗെയിൻ എൻട്രി റൂളിലേക്ക് പോവാണ്. എനിക്കൊരു ബൈ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു RSI എന്ത് വേണം, RSI ഈ താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യണം. മനസ്സിലായോ? RSI താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യണം. സെൽ റൂൾ എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ RSI മുകളിൽ നിന്ന് താഴത്തേക്ക് കട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ ബൈയിൻ്റെയും സെല്ലിൻ്റെയും സിമ്പിൾ ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ. 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞു പോയ ചാർട്ടിലെ അത് ഓപ്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. ബട്ട് ഞാൻ ഓപ്ഷൻസിൻ്റെ ചാർട്ടിലടക്കം പോയിട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് ചെയ്ത് ചൂസ് ചെയ്യണം, ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോ ഇവിടുന്ന് ബൈ പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകും. ആൻഡ് സെല്ല് വരണമെന്നുണ്ടെങ്കിൽ, അതായത് PE ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് RSI താഴെ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് 60നെ കട്ട് ചെയ്യണം. സോ 60 ആൻഡ് 40 ആണ്. 40നെ മുകളിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, CE ബൈ ചെയ്യും. ആൻഡ് 60നെ താഴത്തേക്ക് കട്ട് ചെയ്താൽ ഞാൻ PE ബൈ ചെയ്യും. ഞാൻ സിമ്പിളായിട്ട് ബൈയുടെ കാര്യം മാത്രമാണ് പറയണേ. മോർണിംഗ് അവേഴ്സ് ആണ് ഷാർപ്പായിട്ടുള്ള മൊമെന്റങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വൺസ് നിങ്ങളുടെ ട്രേഡ് എൻ്റർ ആയി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു 120 പോയിന്റ്സിനെ കിട്ടാണ്ട് ഞാൻ ആ ട്രേഡ് നിറങ്ങില്ല എന്നുള്ളൊരു വാശി ഉണ്ടാവുക. ആൻഡ് വൺസ് 120 എത്തുന്നതിന് മുമ്പൊക്കെ തിരിയാണെന്നുണ്ടെങ്കിൽ, സസ്യം ഒരു 100 എന്നൊക്കെ തിരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു പകുതിയിലേക്കോ കാര്യങ്ങളിലേക്കൊക്കെ ട്രയൽ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ വെയിറ്റ് ചെയ്യാം. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസിൽ നിങ്ങൾക്ക് 120 പോയിന്റ്സിനെ തന്നെ ടാർഗറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് അഗെയിൻ ബാക്കിയുള്ള റൂൾസിലേക്ക് പോവാം. സോ ഇവിടെ നിങ്ങൾക്ക് എൻട്രി ക്രൈറ്റീരിയ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഞാനിവിടെ നോക്കുന്ന ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാനിവിടെ നോക്കുന്നത് എന്ന് പറഞ്ഞു. സോ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നോക്കുന്നത് കണ്ടിന്യൂവേഷൻ ട്രേഡ് ആണ്, ട്രെൻഡിന്റെ കൂടെ പോകാനാണ്. എവിടെ നിന്നാണോ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് അവിടുന്ന് മാർക്കറ്റിന്റെ കൂടെ പോകാനാണ് ഞാൻ നോക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മുമ്പുള്ള ജൂലൈ 1ലേക്ക് പോകാം.
ജൂലൈ 1 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു ചാർട്ടിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അതിനകത്തും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, സെയിം RSIനെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. RSIനെ ഞാൻ ആഡ് ചെയ്തു. ആൻഡ് പ്ലസ് അവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 മിനിറ്റ് ആണ്. സോ ഫസ്റ്റ് ചാർട്ടിൽ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. എന്തിന് ഈ 3 മിനിറ്റ് ചാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഞാൻ എൻ്റെ ട്രേഡ് മുകളിലേക്കാണ് എനിക്ക് വന്നിട്ടുള്ളത് നോക്കുക. 1 മിനിറ്റ് ടൈം ഫ്രെയിം പ്രകാരം, 1 മിനിറ്റ് ചാർട്ട് പ്രകാരം മുകളിലേക്കാണ് ട്രേഡ് വന്നിട്ടുള്ളത് നോക്കുക. ഇനി ഇവിടുന്ന് താഴത്തേക്ക് മാർക്കറ്റ് ട്രേഡ് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എനിക്ക് ഇവിടെയും കൂടെ കൺഫർമേഷൻ വേണം. കൺഫ്യൂസ്ഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. വൺസ് മുകളിലേക്ക് ഒരു ട്രേഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ട്രേഡ് താഴത്തേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 3 മിനിറ്റ് ചാർട്ടിൽ കൂടി കൺഫർമേഷൻ വേണം. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു? സിമ്പിളാണ്. മോർണിംഗിലെ മൊമെന്റം വൺസ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാറുണ്ട്? മൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് നമുക്ക്. സോ അവിടെ ഞാൻ ട്രാപ്പുകളിൽ പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രെൻഡ് റിവേഴ്സലിന് കുറച്ചുകൂടി ഒരു വലിയ ടൈം ഫ്രെയിമിനെ ചൂസ് ചെയ്തത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇതിന്റെ വൈസ് വേഴ്സ ആയിട്ട് എന്താ വരിക? വൺസ് രാവിലത്തെ മൊമെന്റം, അതായത് രാവിലത്തെ ട്രേഡ് താഴത്തേക്കാണ് എനിക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മുകളിലേക്ക് ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ RSI ഇവിടുന്ന് 3 മിനിറ്റ് ചാർട്ടിൽ മുകളിലേക്ക് കട്ട് ചെയ്യണം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, 9:17 9:18 ആകുമ്പോൾ തന്നെ സ്കാൽപ്പിംഗ് ഡൺ, അല്ലെങ്കിൽ 9:25 ആകുമ്പോൾ സ്കാൽപ്പിംഗ് ഡൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നത് സെയിം സ്ട്രാറ്റജിയാണ്. ഞാൻ ആ ഇൻഡിക്കേറ്റർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മാർക്കറ്റ് സെന്റിമെന്റിൽ എനിക്കൊരു ഗ്രിപ്പ് ഉണ്ട്. അതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ RSIനെ യൂസ് ചെയ്യാത്തത്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതുകൊണ്ട് മാത്രമാണ് ഞാൻ RSIനെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റ് സെന്റിമെന്റ് അറിയോ? RSIനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. സെയിം നിങ്ങളിപ്പോൾ കാണുന്ന അതുപോലെ തന്നെ പിന്നെ നിങ്ങളിപ്പം ഞാൻ പറയുന്ന അതേ റൂള് വിത്തൗട്ട് RSI നിങ്ങൾ ഫോളോ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള റൂൾസ് കൂടി കാര്യങ്ങളും നോക്കാം. സോ ഞാനിപ്പോൾ ഉള്ളത് ഏത് ചാർട്ടിലാണ്? ഫസ്റ്റ് ജൂലൈയുടെ ചാർട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ജൂലൈയുടെ ചാർട്ടിലാണുള്ളത്. സോ ജൂലൈ 1 ഇവിടുന്ന് 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് കേട്ടോ. എഗെയിൻ ശ്രദ്ധിക്കുക, ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. ഇതെന്താണ്? 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. സോ ജൂലൈ 1 മാർക്കറ്റ് ഫസ്റ്റ് ടൈമിൽ, അതായത് ഫസ്റ്റ് ട്രേഡ് എനിക്ക് കാണിച്ചിരുന്നത് എങ്ങോട്ടാണ്? ഇവിടുന്ന് മാർക്കറ്റ് എനിക്ക് ഫസ്റ്റ് ട്രേഡ് കാണിച്ചിരുന്നത് എപ്പോഴാണ്? എൻ്റെ RSI ഇവരെ ഞാൻ ഇങ്ങനെ ചെറുതാക്കി മാറ്റി വെക്കുന്നു. ആൻഡ് അതിന് വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് എവിടുന്നാണ് എൻ്റെ RSI മുകളിലേക്ക് ബ്രേക്ക് ചെയ്തത്? ലൈക്ക് RSI താഴെ നിന്നിട്ട് 40നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഏത് ക്യാൻഡിലാണ് ചെയ്യുന്നത്? അറ്റ് ദിസ് ക്യാൻഡിലെ 9:17 ക്യാൻഡിലാണ് എന്താവുന്നത്? RSI മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്. ഈ ക്യാൻഡിലിന് RSIയുടെ വാല്യൂ എത്രയുണ്ട്? നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. RSIയുടെ വാല്യൂ നമുക്ക് എവിടെ കാണാൻ പറ്റുക? RSIയുടെ വാല്യൂ ഇതാണ്. 40 ലൈന്, ഈ കാണുന്ന ബ്ലൂ ലൈന്, ഇതാണ് 60 ലൈന് അല്ലേ? സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും RSI ഈ ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ആരെ ബ്രേക്ക് ചെയ്തു? RSI ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായപ്പോൾ 40 ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. നമ്മൾ എക്സാക്ട്ലി നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എൻ്റെ CE എൻട്രിയാണ്. ഫസ്റ്റത്തെ ട്രേഡ് തന്നെ SL അല്ലേ വന്നത്? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടൈം ഫ്രെയിം നോക്കിയാലേ. ലെറ്റ് ഇറ്റ് ബി. നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻസിൽ വന്നിട്ടുള്ള എന്താന്ന് നോക്കാം. സോ ജൂലൈ 1 ഞാൻ ഏത് ടൈം ഫ്രെയിം, ഞാൻ ഏത് സ്ട്രൈക്കിനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്? ഞാൻ ATM സ്ട്രൈക്കിനാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ATM സ്ട്രൈക്കിലാണ്. സോ ഇവിടെ എത്രയാണ് പ്രൈസ് ഉള്ളത്? ഇവിടെ പ്രൈസ് ഉള്ളത് 52,300 എന്ന റേഞ്ചിലാണ് ഇവിടെ പ്രൈസ് ഉള്ളത്. സോ ഞാൻ നേരെ എന്ത് ചെയ്തു? ഓപ്ഷൻസിന്റെ ചാർട്ടിലേക്ക് പോയി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്, സ്റ്റോക്ക് റിന്ന് എന്നാണ് അതിന്റെ പേര്. വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഐ തിങ്ക് 450 റുപ്പീസ് 350 റുപ്പീസ് അങ്ങാണ്ടാണ് ഒരു മന്ത്ലി, ഒരു മാസത്തേക്ക് വരുന്നത്. ഒരു മാസത്തേക്ക് മാത്രം എടുത്താൽ മതി. ബാക്ക് ടെസ്റ്റ് ചെയ്യുക, കോൺഫിഡൻസ് ഉണ്ടാക്കുക, ഓർ ലൈവ് മാർക്കറ്റിൽ പോയിട്ട് ട്രേഡ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യാം. എഗെയിൻ റൂളിനെ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ 50 to 300 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ചിലെ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ബാങ്ക് നിഫ്റ്റിനെ ചൂസ് ചെയ്തു. ആൻഡ് ഫസ്റ്റ് ജൂലൈ ആണ് വന്നിട്ടുള്ളത്. ജൂലൈ 1 ആൻഡ് എക്സ്പയറി ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. 50 to 300 ആണ് ഞാൻ എടുക്കുന്നത് സ്ട്രൈക്ക്. 50 to 300 കോളിന്റെ സ്ട്രൈക്ക് ഞാൻ ആഡ് ചെയ്തു. ലോഡ് ഡാറ്റ ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പൊ എനിക്ക് 50 to 300 സ്ട്രൈക്ക് എനിക്ക് കിട്ടി. ഞാൻ ഇവിടെ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? ഇൻഡിക്കേറ്ററിലേക്ക് പോയിട്ട് എഗെയിൻ RSI ഇതിനെ ഞാൻ
ഇൻഡിക്കേറ്ററിലും പിന്നെ ഓപ്ഷൻസിന്റെ പ്രീമിയത്തിലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു മാറ്റം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ എടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്, അതായത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഓപ്ഷൻസിൽ എടുക്കുന്നത് 65 ആണ്. നേരത്തെ ഞാൻ എടുത്തത് 60 ആയിരുന്നു. ആൻഡ് നേരത്തെ ഞാൻ അവിടെ എടുത്തത് 40 ആയിരുന്നു. ഇവിടെ ഞാൻ എടുക്കുന്നത് 35 ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് മാർക്കറ്റിൽ ഒരു ഡയറക്ഷണൽ മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓപ്ഷൻസിന്റെ പ്രീമിയം ചെറുതായിട്ടൊന്ന് കയറാൻ മടിക്കുന്നതായിട്ട് കാണിച്ചു തരും. സോ അങ്ങനെ കയറാൻ മടിക്കുന്ന സമയത്ത് നമുക്കത് എന്താവും, സൈഡ് വൈസ് ആയിട്ട് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ RSIനെ ഞാൻ എവിടെയും കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഓപ്ഷൻസിൽ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ 52,300 സിയിലാണ്, 17ാമത്തെ മിനിറ്റിലാണ് എനിക്ക് എൻട്രി ആക്റ്റീവ് ആയിട്ടുള്ളത്. 1-ാം തീയതിയാണ് ഞാൻ നോക്കിയിട്ടുള്ള ടൈം. സോ ഇവിടെ 1-ാം തീയതിയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാ 1-ാം തീയതി വന്നിട്ടുള്ളത്? ലെറ്റ്സ് സേ ഇതാണ് എൻ്റെ 1-ാം തീയതിയിലെ ചാർട്ട്. 28 ജൂലൈ 1 അല്ലേ? ഇതാണ് എൻ്റെ 1-ാം തീയതിയിലെ ചാർട്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് ഞാൻ ടൂളിനെ കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ലോങ് പൊസിഷൻ. ഓക്കെ, എവിടെയാണ് എൻ്റെ ട്രേഡ് വരേണ്ടത്? ഈ ഒരു ക്യാൻഡലിന്റെ മുകളിലാണ് എൻ്റെ ട്രേഡ് വരേണ്ടത് അല്ലേ? ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ. എന്തുകൊണ്ട്? ഈ ഒരു ക്യാൻഡിലാണ് 9-17ന്റെ ക്യാൻഡിലാണ് എന്തായിട്ടുള്ളത്, മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇൻഡെക്സ് ചാർട്ട് അല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താ കാണണേ, ഈ ഒരു ക്യാൻഡിലാണ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് ട്രേഡ് വരില്ല. എന്തുകൊണ്ട് എനിക്ക് ട്രേഡ് വരില്ല? ഇവിടെ ഞാൻ നോക്കുന്ന സ്ട്രൈക്ക് ഏതാണെന്ന് മനസ്സിലായില്ലേ? 52,300ന്റെ CE. ഇവിടെ പ്രൈസ് എന്താ കാണിക്കുന്നത്, മുകളിലേക്ക് പോകാൻ നോക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം 52,300 ആണ് ഇവിടുത്തെ സ്ട്രൈക്ക് പ്രൈസ്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എന്തുകൊണ്ട് വരില്ല? ട്രേഡ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡില് നിർബന്ധമായിട്ടും RSIയുടെ വാല്യൂ എത്ര ഉണ്ടായിരിക്കണം? സെയിം കേസ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതുപോലെ തന്നെ എബോ 35 ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ 35 അല്ലേ എടുത്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ 65 അല്ലേ എടുത്തിട്ടുള്ളത്. സോ ഇവിടുന്ന് എബോ എന്തുണ്ടായിരിക്കണം? 35 നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സോ ഈ കേസിൽ അവിടെ 35 വന്നിട്ടുണ്ടോ? ഈ കേസിൽ 35 വന്നിട്ടില്ല അല്ലേ? ആൻഡ് അടുത്തതായിട്ട് നമ്മളുടെ എൻട്രി വന്നിട്ടുള്ളത് എവിടെയാ? അടുത്തതായിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാപ് ഡൗണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ചെറുതായിട്ട് ഡീക്കേ ആവാനുള്ള സാധ്യതയുണ്ട്, താഴത്തേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നല്ലേ? എക്സാക്ട്ലി അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ വെറുതെ റാൻഡംലി പോയിട്ടുള്ള ഡേറ്റ് ആട്ടോ, ഞാൻ അത് പിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയേക്കണമെന്നല്ല. ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് ചാർട്ടിനെ ഞാൻ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ സെൽഫായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. എഗെയിൻ നമ്മുടെ ട്രേഡ് എവിടെ വന്നേക്കണേ? എഗെയിൻ നമ്മുടെ ട്രേഡ് എഗെയിൻ ഇവിടുന്ന് RSI മുകളിലേക്ക് കയറി താഴത്തേക്ക് വന്നു, RSI താഴത്തേക്ക് വന്നു, ഇവിടെ ഒന്ന് ട്രൈ ചെയ്തു, എഗെയിൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു അല്ലെ? ഏത് പോയിന്റ് എന്നാ ബ്രേക്ക് ചെയ്തേക്കണേ? ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് RSIയുടെ വാല്യൂ എത്ര എത്തി? RSIയുടെ വാല്യൂ എബോവ് 40 എത്തി. സോ ടൈം ഏതാണ്? 9:27ന്റെ ക്യാൻഡിൽ എന്തായി? ഇവൻ മുകളിലേക്ക് കയറി. സോ ഇവിടെ 9:27 എന്ന് പറയുന്ന സമയം എപ്പോഴാണ് വരണേ? 9:27. ഈ ക്യാൻഡിലാണ് എൻ്റെ എൻട്രി ആക്റ്റീവ് ആവുന്നത്. ഇവിടുന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 പോയിന്റ്. ബഫറിനെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള കേസിലാണ് ബഫറിനെ ആഡ് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അല്ലേ? സോ ഞാൻ ഇവിടുന്ന് ഒരു 5 പോയിന്റ് കൂടി ബഫറിനെ ഞാൻ ആഡ് ചെയ്തു. 35 പോയിന്റ് SLനെ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തു. സോ ഞാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നത് എത്രയാ? 1:3 എന്നുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഞാൻ 120 പോയിന്റ്സിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ ഇവിടുന്ന് 120 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരണേ? അറൌണ്ട് ഈ ഒരു പോയിന്റിലാണ് വരണേ. 4-5 ക്യാൻഡിൽ കൊണ്ട് എന്തായി? എന്റെ പരിപാടി ഇവിടെ തീർന്നു. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റിനെ പ്ലാൻ ചെയ്യണമെന്നുള്ളത് മനസ്സിലായില്ലേ? സോ ഇനി എന്താണ് ട്രയലിങ്ങിന്റെ കാര്യത്തിൽ? ട്രയലിങ്ങിന്റെ കാര്യത്തിൽ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാനുള്ളത് 120 പോയിന്റ്സ് എനിക്ക് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് എനിക്ക് എന്താവുന്നുണ്ട്? അച്ചീവ് ആവുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള വ്യൂവിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ടാർഗറ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു 60+, അതായത് ഇവിടെ ഞാൻ 30 പോയിന്റ് SL ഇട്ടത് 1:2ന്റെ മുകളിൽ കൊണ്ടിട്ട് ഞാൻ ഇതിനെ സെറ്റ് ചെയ്തു. ആദ്യത്തെ പരിപാടി എന്താണ്? 1:2ന്റെ മുകളിൽ ഞാൻ എൻ്റെ SLനെ ഞാൻ ട്രയൽ ചെയ്ത് വെച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ ട്രെൻഡ് ലൈൻ എടുക്കാൻ പോവാണ്. ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പിന്നെ കൺഫ്യൂസ്ഡ് ആവാനൊന്നും നിൽക്കണ്ട. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയേ ഉള്ളൂ, തല പോക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റിൽ നോക്കിയപ്പോൾ എനിക്ക് RSIയിലൂടെ ഒരു സിങ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എഗെയിൻ എനിക്ക് എന്തുണ്ട്? RSIയിൽ ഇവിടെ ആയിട്ടൊരു സിങ് ഉണ്ട് അല്ലേ? RSIനെയൊക്കെ താഴത്തേക്ക് വന്നാൽ വാങ്ങിച്ചോ, പിന്നെ ലൈക്ക് എന്താ പറയാ, 30യുടെ താഴത്തേക്ക് വന്നാൽ വാങ്ങിച്ചോ 70യുടെ മുകളിലേക്ക് പോയാൽ വിറ്റോ എന്നൊക്കെ പറയുന്ന യൂട്യൂബേഴ്സുള്ള നാട്ടിൽ നിന്നിട്ട് ഞാൻ ഈ പറയുന്നത്. ഇത് ഇങ്ങനെയല്ല പരിപാടി, ഇങ്ങനെ ചെയ്യണമെന്ന്. സോ ഇവിടെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല.
ആൻഡ് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇവിടെ ഒരു സിങ്ങിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ ഒരു സിങ്ങിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു രണ്ട് സിങ്ങിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ വെറുതെ ഒരു ലൈനിനെ RSIയിൽ വരച്ചു വെച്ചു. എവിടെയാണ് വരക്കണേ? RSIയിലാണ് വരക്കുന്നത്, പ്രൈസിലല്ല. RSIയിൽ ഞാൻ ഈ ഒരു ലൈനെ വരച്ചു വെച്ചു. എന്നിട്ട് ഇനി എപ്പോഴാണോ എൻ്റെ പ്രൈസ് ഈ RSI ഉണ്ടല്ലോ, അതായത് ഈ RSIയുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ എപ്പോഴാണോ എൻ്റെ താഴത്തേക്ക്, അതായത് എൻ്റെ ട്രെൻഡ് ലൈനിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നത്, ഇപ്പം ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ്, ഇവിടത്തോടു കൂടി ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. സോ അങ്ങോട്ട് എത്തുമ്പോൾ ആദ്യം ഞാൻ എത്ര പ്ലാൻ ചെയ്തിരുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 120 പോയിന്റ്സ് ആയിരുന്നു. ഇതിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എത്രയായിട്ടുണ്ട്, 140-145 പോയിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടുന്നത് എൻ്റെ ബോണസാണ്. സോ എന്താണോ കിട്ടുന്നത് അതെൻ്റെ ബോണസാണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, SLനെ 60യിലേക്ക് ട്രയൽ ചെയ്ത് നോക്കുന്നു, +60യിലേക്ക് ട്രയൽ ചെയ്ത് നോക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള മൊമെന്റം എന്താണോ കിട്ടുന്നത്, 10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിക്കൂടെ, കട്ട് ചെയ്ത് മാറിക്കൂടെ, പരിപാടി തീർന്നു. SL 30 പോയിന്റ്സ് കിട്ടി, ഫൈൻ, ഡൺ. ടാർഗറ്റ് 130 പോയിന്റ്സ് 120 പോയിന്റ്സ് കിട്ടി, ഡൺ. രണ്ടായാലും എൻ്റെ പരിപാടി തീർന്നു. ഇനി അതല്ല മുകളിലേക്ക് മൊമെന്റം ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റും. വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, പോകുന്നതിന് മുമ്പ് ഏറ്റവും സിമ്പിളായിട്ട് വീണ്ടും പറയാണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് നിർബന്ധമായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, സോ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴല്ലേ എൻ്റെ ട്രേഡ് എൻഡ് ആവുന്നത്. സോ ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ 120 ആണ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിലേക്ക് എത്തും, അതായത് 9:38 എത്തുമ്പോഴേക്കും എൻ്റെ ട്രേഡ് തീർന്നു അല്ലേ. ഇനി എനിക്ക് താഴത്തേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ എൻ്റെ ടാർഗറ്റ് കിട്ടി, അതോടുകൂടി പരിപാടി തീർന്നു. സോ ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞു. ഈ ഒരു ക്യാൻഡിലിൽ RSIയുടെ വാല്യൂ എത്ര വന്നു, RSIയുടെ വാല്യൂ വന്നു ബിലോ 60. സോ ബിലോ 60 വന്നാൽ എനിക്ക് സെല് ചെയ്യാൻ പറ്റില്ലേ? ഓഫ് കോഴ്സ് എനിക്ക് സെല് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ക്യാൻഡിൽ അത് ആക്റ്റീവ് ആയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ആക്റ്റീവ് ആയിട്ടില്ല? ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ ടാർഗറ്റ് വരുന്നത് അല്ലേ. എൻ്റെ 120 പോയിന്റ്സ് ടാർഗറ്റ് എവിടെ നിന്ന് ആവുന്നേ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാവണേ. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ 120 എന്നുള്ള ടാർഗറ്റിലേക്ക് ഞാൻ എത്തുന്നത്. സോ ഈ ഒരു പോയിന്റിൽ, ആൻഡ് ആ ക്യാൻഡിൽ ഏതാ 9:38. ആൻഡ് അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് എനിക്ക് സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരുന്നത്? ഫ്രം ഹിയർ അല്ലേ. ഈ ക്യാൻഡിലെ താഴെ എനിക്ക് സെല്ല് വരേണ്ടതല്ലേ, ഈ ക്യാൻഡിലെ താഴെ. കാരണം എന്താ, ഇവിടെ RSI നേരെ വന്നിട്ട് 60 ബിലോ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് സെല്ല് വരേണ്ടതാണ് അല്ലേ. ബട്ട് ഇവിടെ എനിക്ക് സെല്ല് വരില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെൻഡ് റിവേഴ്സലിൽ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. എന്താണ് ഈ ട്രെൻഡ് റിവേഴ്സലിൽ ആഡ് ചെയ്യുന്ന കാര്യം? അതാണ് ഇവിടെ നമ്മളുടെ 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട്. സോ എന്താണ് എൻട്രി സെൽ എൻട്രിയുടെ കണ്ടീഷൻ? എന്താണ് സെൽ എൻട്രിയുടെ കണ്ടീഷൻ? എനിക്ക് RSI മുകളിൽ നിന്ന് 60നെ താഴത്തേക്ക് ക്രോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. സോ സെയിം കണ്ടീഷൻ തന്നെയാണ് ഞാൻ എവിടെ എടുക്കുന്നത്, ഇവിടെ എടുക്കുന്നത്. ബട്ട് ഇവിടെ ടൈം ഫ്രെയിം 3 മിനിറ്റ് ആവുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഫസ്റ്റ് എനിക്ക് വന്ന ട്രേഡ് ഇവിടുന്ന് മുകളിലേക്കാണ്, അപ്സൈഡിലേക്കുള്ള മൊമെന്റത്തിലാണ് ഞാൻ ഉള്ളത്. കറന്റ് മൊമെന്റം എന്താണ്, അപ്സൈഡിലേക്കാണ്. അതുകൊണ്ട് താഴത്തേക്കുള്ള ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എനിക്ക് 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ, അതായത് ഇതിനെക്കാട്ടിലും 3 ഇരട്ടി വലിയ ചാർട്ടിൽ എനിക്ക് കൺഫേം ആവേണ്ടതുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പോയിട്ട് ഇതിനകത്ത് നോക്കി, ആ ഒരു പോയിന്റിൽ RSI മുകളിൽ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, മുകളിൽ വന്നിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഈ കേസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താഴത്തേക്കുള്ള എൻട്രി ഇല്ല. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എൻട്രി എനിക്ക് വരുന്നില്ല. സിമ്പിൾ, അത്ര മാത്രമേ ഉള്ളൂ. എൻട്രി റൂളിനെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് നല്ല ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ ട്രേഡുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ചെയ്താൽ വൺസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ, ഞാനിത് വെച്ചിട്ട് പിന്നെ റൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ അതേ റൂളിൽ പോകുന്നത് കൊണ്ടാണ്. ആ റൂളിൽ പോകാൻ സൗകര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നോക്കുക. ടു ബി ഫ്രാങ്ക്, ഓക്കെ അല്ലേ? വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇവിടെ ആ ഒരു കണ്ടീഷനിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, മുകളിൽ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, റിവേഴ്സൽ എൻട്രി ഇവിടെ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഇനി എന്താണ് എനിക്ക് വരേണ്ട എൻട്രി? എനിക്ക് വീണ്ടും കണ്ടിന്യൂഷൻ ആണ് വരുന്നത് അല്ലേ. സോ കണ്ടിന്യൂഷനിലേക്ക് എനിക്ക് എന്താ വേണ്ടത്? എഗെയിൻ മാർക്കറ്റ് താഴെ വന്നിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം അല്ലേ. സോ ഈ കേസിൽ എവിടുന്ന മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്? ഈ കേസിൽ നമ്മൾ ഷാർപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ വന്നിട്ട് എന്തായിട്ടുണ്ട് മാർക്കറ്റ്? ഇവിടുന്ന് മാർക്കറ്റ് RSI താഴെ വന്നു. ആൻഡ് കാണിച്ചു തരാം, 1 സെക്കൻഡ്. RSI ഇവിടുന്ന് താഴെ വന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവരെന്ത് ചെയ്തു, മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിന്റെ മുകളിലാണ് എൻ്റെ എൻട്രി വരേണ്ടത്. ഏത് ക്യാൻഡിലാണ്?
9:12 ക്യാൻഡിലാണ് എനിക്ക് എൻട്രി വരേണ്ടത്. അപ്പോഴുള്ള പ്രൈസ് എത്രയാണ്? എഗെയിൻ 52,400 സോ എഗെയിൻ ഞാൻ 52,300 തന്നെ നോക്കുന്നത്. സമയം എപ്പോഴാണ്? 10:12. സോ 10:12 ക്യാൻഡിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? 10:12 ക്യാൻഡിൽ എവിടെയാണുള്ളത്? 10:12 ക്യാൻഡിൽ ഇതാണ് 10:12 ക്യാൻഡിൽ. ഇതിന്റെ ഹൈ എത്രയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ഏകദേശം 446 സോ ഇവിടെ നിന്നാണ് എൻ്റെ എൻട്രി വരേണ്ടത് അല്ലേ? ഈ ക്യാൻഡിലിന്റെ മുകളിൽ അല്ലേ? ശരിയാണോ? ആണോ? ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല അല്ലേ? എൻട്രി വന്നിട്ടില്ല. എൻട്രി വരണമെങ്കിൽ എന്തായിരുന്നു? ഇവിടുന്ന് ഇവൻ മുകളിലേക്ക് കയറണമായിരുന്നു അല്ലേ? അവൻ എപ്പോഴാണ് താഴെ വന്നിട്ട് മുകളിലേക്ക് കയറുന്നത്? ഈ പോയിന്റിൽ വെച്ചിട്ടാണ്. സോ ഈ പോയിന്റിന്റെ ടൈം ഏതാ? ഏകദേശം 9:45 9:46 9:48 9:48 അവൻ മുകളിലേക്ക് കയറാൻ നോക്കുന്നത്, അല്ലെങ്കിൽ 9:49. സോ 9:49 സെയിം കണ്ടീഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? 9:49 കഴിഞ്ഞ് 9 ഈ ഒരു പോയിന്റിൽ അതിന്റെ ഹൈയിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല അല്ലേ? ഞാൻ ഈ ക്യാൻഡിലാണ് നോക്കിയിട്ടുള്ളത്. ഈ ക്യാൻഡിലാണ് ഫസ്റ്റ് RSI ഈ എബോ 640 കാണിച്ചിട്ടുള്ളത്. ബട്ട് ഇതിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ പോയിട്ടില്ല. ആൻഡ് വെരി നെക്സ്റ്റ് ക്യാൻഡിലാണ് പോയിട്ടുള്ളത്. സോ സമയം എത്രയാണ്? 9:52. സോ 9:52 ഞാൻ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്? 9:52 ഇവനും എന്തായിട്ടുണ്ട്? എബോ 35 വന്നിട്ടുണ്ടേ. സോ എഗെയിൻ എൻ്റെ അടുത്ത എൻട്രി വരാൻ പോകുന്നത് എവിടെയാ? 9:52 ക്യാൻഡിലിന്റെ മുകളിലാണ്. എഗെയിൻ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് എത്രയാ? 30 പോയിന്റ്സ് അല്ലെങ്കിൽ 35 പോയിന്റ്സ്. ഇപ്പൊ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു സ്വിംഗ് ഉണ്ട്. സോ അതിന്റെ താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്തു? ചെറിയൊരു ബഫറും കൂടെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റിനെ വെച്ചു. സോ എഗെയിൻ ഞാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നത് എത്രയാ? എഗെയിൻ എനിക്ക് ഇതിനുള്ളിൽ 120 പോയിന്റ്സ് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. 120 പോയിന്റ്സ് കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്. സോ എഗെയിൻ ഞാൻ എൻ്റെ SL പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? എന്താണോ എൻ്റെ ട്രെൻഡ് ലൈൻ അതിനെടുത്തിട്ട് വരച്ചു നോക്കുകയാണ്. സോ 60ലേക്ക് ഞാൻ എൻ്റെ SL വെച്ചു. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു? താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഇതോടുകൂടി എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഞാൻ ഔട്ട്. 2 ട്രേഡ് എൻ്റെ കഴിഞ്ഞു. ഫൈൻ, ഫിനിഷ്. എൻ്റെ പരിപാടി തീർന്നു. എന്തുകൊണ്ട് പരിപാടി തീർന്നു? പരിപാടി തീരാനായിട്ട് അടുത്തതായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞതോടുകൂടി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെ എത്തിയപ്പോൾ എന്തായി? 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞാൽ എനിക്ക് പുതിയ എൻട്രി ഇല്ല. ഓൾറെഡി ഞാനൊരു എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എൻട്രിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകും. അല്ലാണ്ട് പുതിയ എൻട്രി എനിക്ക് വരുന്നില്ല. ഇനി ഞാനും മാർക്കറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ട്രേഡിങ്ങും അറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടിനെ അറിയില്ല. ഉവൈസ് പാണക്കാരൻ എന്ന് പറഞ്ഞ ഒരാളെ അറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. തീർന്നു ഇന്നത്തേക്ക്. ഇനി നാളെയാണ് പരിപാടി. നാളെ, അതായത് വെരി നെക്സ്റ്റ് ജൂലൈ 2 അല്ലേ? ജൂലൈ 1 ആൻഡ് ജൂലൈ 2. സോ ജൂലൈ 2 എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആവുന്നത്? ശകലം ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നത്. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമ്പോൾ തന്നെ RSI എവിടെയാണുള്ളത്? 60 എബോ ആണുള്ളത്. സോ ഇനി സെൽ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനിക്ക് RSI മുകളിൽ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം അല്ലേ? സോ RSI എവിടെ ബ്രേക്ക് ചെയ്യണേ? ഒന്ന് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ക്യാൻഡിലെ താഴത്തേക്ക് എത്തിയിട്ടില്ല അല്ലേ? ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ക്യാൻഡിൽ എന്തായി? എൻ്റെ കണ്ടീഷനിൽ വന്നു. ശരിയല്ലേ? ഈ ക്യാൻഡിൽ എൻ്റെ കണ്ടീഷനിൽ വന്നു. സോ ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഈ ഒരു പോയിന്റ് താഴെയാണ് എനിക്ക് എന്ത് വരാൻ പോകുന്നത്? എൻ്റെ എൻട്രി ആക്റ്റീവ് ആവാൻ പോകുന്നത്. ഈ ഒരു ക്യാൻഡിലിന്റെ താഴെയായിട്ട്. സോ ഈ ക്യാൻഡിൽ എപ്പോഴാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്? അതായത് 9:25 എൻ്റെ എൻട്രി ആക്റ്റീവ് ആവുന്നത്. സോ 9:25 ഇതിന്റെ പ്രൈസ് എത്രയാണ് പറഞ്ഞേ? 52,500 52,500 PE 2-ാം തീയതി. 52,500 PE ലോഡ് ഡാറ്റ. ഡേറ്റ് എത്രയാണ്? 2-ാം തീയതി. 9:52 അല്ലെ? 9:25. യെസ്, 9:25. സോ 9:25 എൻ്റെ ആക്ഷൻ വരാൻ പോകുന്നത്. അതായത് ഈ ക്യാൻഡിൽ കഴിഞ്ഞു 9:24 9:25 ഈ ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന്റെ മുകളിലാണ് എൻ്റെ എൻട്രി വരാൻ പോകുന്നത്. 9:24 9:25 ഈ ക്യാൻഡിലിന്റെ തുടക്കത്തിലാണ് എൻ്റെ എൻട്രി വരാൻ പോകുന്നത്. ഇവിടെ ഞാൻ SL എത്ര കൊടുക്കുന്നത്? എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 പോയിന്റ്സിന്റെ SL-നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. 30 to 35 പോയിന്റ്സ് വിത്ത് ഇൻക്ലൂഡിങ് ബഫർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയ സ്വിംഗ് ഉണ്ട്. ആ ഒരു സ്വിങ്ങിന്റെ താഴത്തേക്കായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? SL നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് അഗെയിൻ 120 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ എയിം ചെയ്യുന്നത്. സോ 120 പോയിന്റ്സ് എനിക്ക് എവിടെയാ പറഞ്ഞേ? ഇവിടെ വെച്ചിട്ട് എൻ്റെ 120 പോയിന്റ്സ് പ്രീമിയത്തിൽ എനിക്ക് കിട്ടി. എൻ്റെ പരിപാടി തീർന്നു അല്ലേ? സെറ്റ് അല്ലേ? എഗെയിൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? എൻ്റെ ഇൻഡിക്കേറ്ററിനെ ഞാൻ RSI ഞാൻ ആഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് പ്രീമിയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ നോക്കണമല്ലോ.
സംഭവിച്ചിട്ടുണ്ടോ നോക്കണ്ടേ? സേവ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പേര് എടുത്തിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്തേക്കാം. സോ അതാകുമ്പോൾ എല്ലാ ചാർട്ടിലും അതുപോലെ തന്നെ കണ്ടോളും. സോ എഗെയിൻ സെറ്റിങ്സ് ഒന്ന് നോക്കിയേക്കാം. 65, 35 ആൻഡ് സേവ് ആസ് ഡിഫോൾട്ട്. ഓക്കെ, ഇവിടെ തന്നെ കണ്ടീഷനിൽ കിടന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എഗെയിൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ എൻട്രി ആക്റ്റീവായി. എൻ്റെ എൻട്രി ആക്റ്റീവ് ആകുമ്പോൾ RSI 40 എബോ അല്ലേ? 40 എബോ ആണ് ഓഫ് കോഴ്സ്. സോ ഇവിടെ വെച്ചിട്ട് എൻ്റെ എൻട്രി ആക്റ്റീവായി. ഇവിടുന്ന് 120 പോയിന്റ്സിനെ ഞാൻ എൻ്റെ ടാർഗറ്റ് ആയിട്ട് എടുത്തു. എൻ്റെ പരിപാടി തീർന്നു. ഇനി ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നില്ലെങ്കിലോ എഗെയിൻ ഞാൻ എൻ്റെ ട്രെൻഡ് ലൈൻ എടുത്തു. ഇങ്ങനെ ഇപ്പം ഇതാണ്, ഇവിടുന്ന് ഞാൻ എക്സിറ്റ് ആയിട്ടില്ല, ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആയിട്ടില്ല അല്ലേ? ആ ഒരു സമയത്ത് എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഏതാണ്? ഇതാണ്. സോ ഇതിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ചു. ഇവിടെ വെച്ചിട്ടാണ് എന്താവുന്നത്? ബ്രേക്ക് ആവുന്നത്. ഈ ക്യാൻഡിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ആവുന്നത്. സോ ഇവിടെ മുതൽ ഇവിടം വരെ എൻ്റെ ബോണസ് ആണ്. അത് കിട്ടുന്നത് 5 ആണെന്നുണ്ടെങ്കിലും 50 ആണെന്നുണ്ടെങ്കിലും 50 100 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പകുതി എൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നെ കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. സോ എന്ത് കിട്ടിയാലും എന്താണ് അത്? ബോണസ്. ഫൈൻ, ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണേ. എഗെയിൻ ഇനി നേരത്തെ പറഞ്ഞതുപോലെ 50 100 എക്സ്ട്രാ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും വീഡിയോയിലേക്ക് വന്നിട്ട് ഈ വീഡിയോനെ വീണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ വീണ്ടും കിട്ടും. ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നില്ല, മടിയന്മാരാണ്, അതുകൊണ്ടാട്ടോ പറയണേ. സോ എഗെയിൻ ഇവിടെ വീണ്ടുമുള്ള സിനാരിയോ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് എഗെയിൻ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാണ്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പോവാണ്? മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഇനീഷ്യലി വന്ന ട്രേഡ് എന്തായിരുന്നു? മുകളിൽ നിന്ന് താഴത്തേക്കായിരുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് പോവാണ്. സോ മുകളിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? നിർബന്ധമായിട്ടും 3 മിനിറ്റിലും ഈ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ നോക്കണം. സോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക്. ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടി നോക്കുന്നത്. 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് അല്ലേ? സോ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എന്താ പറ്റുന്നത്? എന്താ കാണിക്കണേ? സോ എഗെയിൻ എവിടെയാണ് ഈ കണ്ടീഷൻ കാണിക്കുന്നത്? 10 ഈ ഒരു പോയിന്റ് അല്ലേ? ഈ ഒരു പോയിന്റിൽ കാണിച്ച എപ്പോഴായിരുന്നു സമയം? 9:55. 9:55 ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? 9:55 ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇവിടെ സംഭവിക്കുന്നത് 10:03 സോ 10:03 ശേഷം എനിക്ക് എൻട്രി ആക്റ്റീവ് ആവുന്നുണ്ടോ? എവിടെ? 10:02, 10:03. 10:03 പ്രൈസ് എവിടെയുള്ളത്? ഇതിന്റെ മുകളിലാണുള്ളത് അല്ലേ? ഓൾറെഡി കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വെയിറ്റ് ചെയ്യുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെ മൊമെന്റം ഉണ്ടാവുന്ന സമയമാവുമ്പോഴേക്ക് പ്രൈസ് ഇവിടുന്ന് ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞത് എഗെയിൻ വെയിറ്റ് ചെയ്യുക. മൊമെന്റം ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞാൽ ഇവൻ താഴത്തേക്ക് വരും, എന്നിട്ട് മുകളിലേക്ക് പോകും. കാരണം RSI ഒരു ഓസിലേറ്റർ ആണ്. ഈ ഓസിലേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല? RSI ഓസിലേറ്ററിന് ഒരിക്കൽ പോലും 100ന്റെ മുകളിലേക്കും പോകാൻ പറ്റൂല, 0ന്റെ താഴത്തേക്കും വരാൻ പറ്റൂല. സോ നല്ല ഷാർപ്പായിട്ടുള്ള ഫോള് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ വന്നിട്ട് ഒന്ന് മൊമെന്റം ബാലൻസ് ആക്കിയിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ വരും. ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായോ? ഇവൻ ഒരിക്കലും 0ന്റെ താഴത്തേക്ക് പോകാൻ പറ്റൂല, 100ന്റെ മുകളിലേക്കും പോകാൻ പറ്റൂല. സോ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ കളിച്ചിട്ട് മൊമെന്റം ബാലൻസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഡയറക്ഷനിലേക്ക്, ഏത് ഡയറക്ഷനിലേക്കാണോ മാർക്കറ്റിൽ മൂവ് ഉള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകും. സോ മൊമെന്റം ബാലൻസ് ചെയ്യാനായിട്ട് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്രൈസ് ഇവിടെയാണ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചത്, ബട്ട് നമ്മളുടെ എൻട്രി ആക്റ്റീവ് ആവുന്നത് ഇത്ര വലിയൊരു പോയിന്റിൽ ഇവിടെയൊക്കെ വെച്ചിട്ടാണ്. അപ്പോഴാണ് നമ്മളുടെ എന്താവുന്നത്? 3 മിനിറ്റിൽ കൺഫേം ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ തന്നെ ആവശ്യത്തിനുള്ള SL നമുക്ക് ഇവിടെ കിട്ടുന്നേ. അതായത് യൂഷ്വലി എല്ലാ ദിവസവും SL കിട്ടുന്നല്ല പറഞ്ഞത്. ഇപ്പം നമ്മൾ 2 ദിവസം ടെസ്റ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 3 ട്രേഡ് കിട്ടിയിട്ടുണ്ട് 120 പോയിന്റ്സ് വെച്ചിട്ട്. ഒറ്റ ലോട്ടിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇനി 6 ദിവസത്തിനോ അല്ലെങ്കിൽ 8 ദിവസത്തിനോ 10 ദിവസത്തിനോ കളയാനുള്ള പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രം കളയുക, അല്ലാണ്ട് അക്കൗണ്ടിൽ നിന്ന് ഇനി പൈസ കളയാണ്ടിരിക്കുക. സോ എഗെയിൻ 10:53 11 മണിയായപ്പം പരിപാടി തീർന്നു. 11 മണിയായപ്പം പരിപാടി തീർന്നു. സോ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ആൻഡ് അഗെയിൻ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് അല്ല, ഇതേപോലെ ഫോളോ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. വാട്ട് ഇഫ് ഇങ്ങനെയാണെങ്കിൽ എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സമയം 11 മണി. 11 മണിയോട് നമ്മുടെ എൻട്രി തീർന്നു അല്ലേ? വാട്ട് ഇഫ് ഇത് 11 മണിക്കാണ് ഈ ഒരു സിനാരിയോ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലോ? അതായത് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്തായിട്ടുണ്ട്? താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ മൊമെന്റവും കാണിച്ചിട്ടുണ്ട് അല്ലേ? 11 മണിക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാമായിരുന്നു. എടുക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? രാവിലെ നമ്മളുടെ മൊമെന്റം എന്തായിരുന്നു? ഇവിടുന്ന് താഴത്തേക്കായിരുന്നു. നമുക്ക് 120+ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റിൽ ട്രെൻഡ് റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇനി താഴത്തേക്ക് ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ RSI ഇവിടെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് വന്നിരിക്കണം. ഏതില്? 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ റിവേഴ്സൽ കാണിച്ചിരിക്കണം. വ്യക്തമായിട്ട് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇനി ഒരൊറ്റ ചാർട്ട് കൂടി നോക്കാം. കാരണം അത്രയും സമയം പോയിട്ടുണ്ട്, ഒരുപാട് സമയമായിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്.
എഗെയിൻ മൂന്നാം തീയതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പോയിന്റിലാണ്. സോ ഇവിടുന്ന് എനിക്ക് ട്രേഡ് വരാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഇവിടുന്ന് ഫസ്റ്റ് മാർക്കറ്റ് എന്ത് കാണിച്ചു? ഈ ഒരു പോയിന്റ് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ കാണിച്ചു അല്ലേ? ഈ ഒരു പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ കാണിച്ചു. RSI എന്ത് ചെയ്തു? മുകളിൽ നിന്ന് താഴത്തേക്ക് ക്ലോസ് ചെയ്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എൻ്റെ PE ട്രേഡ് ആക്റ്റീവ് ആവില്ലേ? ആക്റ്റീവ് ആവും. സോ സമയം വരുന്നത് എപ്പോഴാണ്? സമയം വരുന്നത് 9:55 ആണ്. 9:55. എനിക്കിത് കാണാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ആൻഡ് ഡേറ്റ് വരുന്നത് എന്നാണ്? ഡേറ്റ് വരുന്നത് 3-ാം തീയതിയാണ്. സോ 3-ാം തീയതി 9:55. പ്രൈസ് എത്രയാണ്? 51,100 CE ആണ്. അഡ്ഡമണി CE ആണ് ഞാൻ എടുക്കേണ്ടത്. സോറി 53,100 കേട്ടോ. വീണ്ടും ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും പോയി നോക്കിയത്. ഇവിടെ സമയം എത്രയായിരുന്നു? 9:55 3-ാം തീയതി അല്ലേ? 9:55 നോക്കാമല്ലോ നമുക്ക്. 9:55 3-ാം തീയതി എന്താ സംഭവിച്ചത്? 9:55 CE അല്ല PE ആണ് എടുക്കേണ്ടത്. സോറി. ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്തായി? ഈ ഒരു പോയിന്റിൽ എനിക്ക് 30 പോയിന്റ് SL എനിക്ക് വന്നു. ഞാൻ നിർത്തി. ആ ട്രേഡ് ഞാൻ അതോടുകൂടി 30 പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 30 പോയിന്റിൽ ഞാൻ എൻ്റെ പരിപാടി നിർത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഇവിടുന്ന് താഴത്തേക്കുള്ള ഡയറക്ഷനിലാണ് ട്രേഡ് കാണിച്ചു അല്ലേ? എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ മൊമെന്റം മുകളിലേക്ക് കയറി ഇവിടെ 9:55 സോറി 10:33 വീണ്ടും എനിക്ക് താഴത്തേക്കുള്ള ട്രേഡാണ് കാണിക്കണേ. ഇവിടെ 53,200 സെയിം ചാർട്ട് തന്നെ നമുക്ക് നോക്കാം. 10:33 10:33 എവിടെയാ? 10:33 ഇവിടെയാണ് ചാർട്ട് വരുന്നത് അല്ലേ? ഈ ഒരു പോയിന്റിലാണ് 10:33 ക്യാൻഡിൽ വരുന്നത്. സോ ഇവിടെ നിന്നായിരുന്നു എൻ്റെ ലോങ് ട്രേഡ് വരേണ്ടിയിരുന്നത് 10:33 ക്യാൻഡിലെ മുകളിലായിട്ട്. ആൻഡ് 30 പോയിന്റ് ആണ് എൻ്റെ SL ആയിട്ട് ഞാൻ കൊടുക്കേണ്ടത്. ഇവിടെ 35ലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്വിങ് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? സോ ബഫർ കൊടുത്താലും 30ന്റെ താഴെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്തു? മാർക്കറ്റ് ഏകദേശം ഇത്ര വരെ പോയി. എത്ര വരെ പോയി? 1:1 മുകളിലുള്ള ഒരു ടാർഗറ്റ് എനിക്ക് തന്നിട്ടുള്ളൂ. സോ ഓഫ് കോഴ്സ് 2 SL ഈ ഒരു ദിവസം ഞാൻ വാങ്ങിച്ചു. 2 SL 60 പോയിന്റ് ഞാൻ കളഞ്ഞു. മിനിഞ്ഞാന്ന് 2 ട്രേഡാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഒരു ട്രേഡ് വന്നിട്ടുള്ളൂ നോക്കുക, അല്ലെങ്കിൽ ഒരു ട്രേഡല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ. സോ ഒരു ട്രേഡിൽ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 120 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്നത്തെ ദിവസം 60 പോയിന്റ് കളഞ്ഞു, നിർത്തി പരിപാടി. അതിന്റെ തലേ ദിവസം എനിക്ക് 2 ട്രേഡ് വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ ദിവസം 2 ട്രേഡ് വന്നിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയതിന്റെ പകുതി എൻ്റെ കയ്യിൽ സേഫാണ്. പരിപാടി ഞാൻ നിർത്തി. ലോസ് റിക്കവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് അടിക്കാൻ ആണിക്കുള്ള കാശ് വരെ തരൂല, അതും കൂടെ മാർക്കറ്റ് എടുത്തുകൊണ്ട് പോകും. സോ ലോസ് റിക്കവർ ചെയ്യാൻ നോക്കണ്ട. ലോസ് വന്നാൽ അത് എടുക്കാനായിട്ട് പഠിക്കുക. ക്ലിയർ ആണോ? വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അഗെയിൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്തോ. ബട്ട് വൺസ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക, ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ അന്നത്തോടുകൂടി എൻ്റെ പരിപാടി തീർന്നു. 2 SL എനിക്ക് കിട്ടി. അതോടുകൂടി ഞാൻ നിർത്തുക എന്നുള്ളത് എൻ്റെ ട്രേഡിംഗ് റൂളാണ്. സോ അതുകൊണ്ട് തന്നെ റൂള് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ക്യാൻഡിൽ സെൽഫ് മുകളിലായിരുന്നു, അതായത് 60 എബോ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എനിക്ക് ബ്രേക്ക് ഡൗൺ തന്നു. ഏത് ക്യാൻഡിലാ? ഈ ഒരു ക്യാൻഡിൽ, അതായത് 9:16 ക്യാൻഡിൽ അല്ലേ? സോ 9:16 ക്യാൻഡിൽ എനിക്ക് എന്ത് തന്നു? എനിക്ക് താഴത്തേക്കുള്ള ട്രേഡ് തന്നു. 4-ാം തീയതി ഫസ്റ്റ് ക്യാൻഡിൽ സെൽഫ് എനിക്ക് എന്താണ്? 30 പോയിന്റ് എനിക്ക് SL കിട്ടി. ആ പരിപാടി അവിടെ അവസാനിച്ചു. ആൻഡ് അടുത്ത ട്രേഡ്, ഫസ്റ്റ് ട്രേഡ് താഴത്തേക്കാണ് വന്നേക്കണേ, അതുകൊണ്ട് അടുത്ത ട്രേഡും താഴത്തേക്ക് തന്നെയാണ് വരണ്ടേ. ഇതിനകത്ത് നോക്കുമ്പോൾ അടുത്ത ട്രേഡ് മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് വരുന്നത് എവിടുന്നാണ് കാണാൻ പറ്റുന്നത്? ഒന്ന് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. എന്താണെന്നറിയോ? ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന പോയിന്റിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? സോ നല്ലൊരു ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഫൈനൽ സെറ്റപ്പ്. ഞാൻ ഇതിനെ സ്കിപ്പ് ചെയ്തൊന്നുമില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിലും എന്താവുന്നില്ല, ഇവിടെ ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും 9:34 ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും നിങ്ങൾക്ക് SL വരുന്ന പോയിന്റ്? ഏകദേശം ഇവിടെ 49 ആണ്. സോ അതുകൊണ്ട് തന്നെ 20 എന്നുള്ള പോയിന്റ് ഇവിടെയാണ് വരണേ. ഇവിടെ വന്നിട്ട് ഈ ക്യാൻഡിൽ 9:31 ക്യാൻഡിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് SL വരുന്നത്. 9:34 എഗെയിൻ നിങ്ങളുടെ അടുത്ത ട്രേഡും ആക്റ്റീവായി, അതും നിങ്ങൾക്ക് SL കിട്ടി. 2 ട്രേഡ് SL വന്നു, നിർത്തി. ആൻഡ് ഇനി എനിക്ക് ട്രേഡ് അഥവാ ഇൻ എനി ചാൻസ്, അതായത് ഇപ്പം ഞാൻ 2 ട്രേഡും എടുത്തിട്ടില്ല നോക്കുക, അല്ലെങ്കിൽ സജീവ് ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല നോക്കുക. ഇന്ന് നിങ്ങൾക്ക് റിവേഴ്സൽ ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടിയിരുന്നത്? അതായത് അടുത്ത ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടേ വരുള്ളൂ? താഴത്തേക്ക് തന്നെ വരുള്ളൂ. മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ 4-ാം തീയതിയിലെ ചാർട്ടിൽ ഇവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? 4-ാം തീയതിയിലെ ചാർട്ടിൽ ഇവൻ എന്ത് ചെയ്യണം? താഴത്തേക്കുള്ള ട്രേഡ് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള മുകളിലേക്കുള്ള ട്രേഡ്, അതായത് ഇപ്പൊ ഇവിടുന്ന് ആദ്യം എനിക്ക് താഴത്തേക്കാണ് ട്രേഡ് വന്നത്, ഇവിടുന്ന് എനിക്ക് താഴത്തേക്കാണ് ട്രേഡ് വന്നത് അല്ലേ? സോ ഇനി എനിക്ക് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവൻ ഇതിന്റെ താഴെ വന്നിട്ട് മുകളിലേക്ക് കയറണം.
സോ അങ്ങനെ എനിക്ക് ട്രേഡ് വന്നിട്ടില്ല. സോ എഗെയിൻ എനിക്ക് ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് വരിക? താഴത്തേക്കുള്ള ട്രേഡ് തന്നെ വരിക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 2 ട്രേഡ് എനിക്ക് എസ് എൽ വന്നിട്ടുണ്ട്. ഞാൻ ദിവസം നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബട്ട് ഇൻ എനി ചാൻസ് വാട്ട് ഇഫ് എനിക്ക് 2 ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ റെയർ കേസ് മാത്രം നടക്കുന്ന കാര്യം കേട്ടോ. ഇത് വെച്ചിട്ട് നിങ്ങൾ എല്ലാ ട്രേഡും പോയി പഞ്ച് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. പണി വാങ്ങിക്കുക, എരന്ന് വാങ്ങിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ, അതായത് ഈ ഒരു ചാർട്ടോട് കൂടി നമ്മൾ പിന്നെ ഒറ്റൊന്ന് കൂടി നോക്കാം. കൂടി കേട്ട് നമുക്ക് നിർത്താം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങളുടെ ട്രേഡ് വരാൻ പോകുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? ഫസ്റ്റത്തെ ട്രേഡ് ഇവിടെ വന്നു, സെക്കൻഡ് ട്രേഡ് ഇവിടെ വന്നു, ആൻഡ് തേർഡ് ട്രേഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടായിരിക്കും. ഇവിടെയാണ് സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആ ക്യാൻഡിൽ വന്നിട്ടുള്ള എവിടെയാണ്? 9:54 9:54 ഈ ക്യാൻഡിലിന്റെ മുകളിലാണ് നിങ്ങളുടെ ട്രേഡ് വരാൻ പോകുന്നത്. 77 അല്ലേ? 9:54 ഈ ക്യാൻഡിലിന്റെ മുകളിലാണ്. എഗെയിൻ നമ്മളൊരു 30-35 പോയിന്റ് എസ് എല്ലിനാണ് വെച്ചിട്ടുള്ളത്. 30 പോയിന്റ് വെച്ചാൽ തന്നെ എന്താണ്? എസ് എൽ ഹിറ്റ് ആവുന്നില്ല. എഗെയിൻ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1:3 കിട്ടുന്നുണ്ട്. 1:4 അല്ലേ? സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ട്രയലിങ്ങിന്റെ പരിപാടി എന്താണ്? ഒന്നും കൂടി ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞിട്ട് പോവാണ്. എന്താണോ ഉള്ള സ്വിങ്, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ് ഇതുണ്ട്. ഇതിനെ കണക്ട് ചെയ്ത് വെച്ചു. ഇവിടെ ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായി? എന്റെ ട്രേഡ് ഇവിടെ വെച്ചിട്ട് എന്തായി? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് 5 പോയിന്റ് ആണെന്നുണ്ടെങ്കിലും 20 പോയിന്റ് ആണെന്നുണ്ടെങ്കിലും അതെന്താണ്? അത് ബോണസാണ്. പരിപാടി തീർന്നു. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ ഒറ്റ ദിവസം കൂടി നോക്കിയിട്ട് ബാങ്ക് നിഫ്റ്റി മാത്രമേ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ഫിൻ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. ആൻഡ് ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിർബന്ധമായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരു പിന്നെ ഓവറോൾ പിക്ചറിൽ നോക്കാട്ടോ. ഒരു ദിവസത്തെ പിന്നെ ഡാറ്റ മാത്രം വെച്ചിട്ടല്ല നോക്കേണ്ടത്. ഓവറോൾ പിക്ചറിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അതിൻ്റെ ഇവിടെ 5-ാം തീയതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-ാം തീയതി എനിക്ക് ട്രേഡ് വരേണ്ടത് എങ്ങോട്ടാണ്? ഇവിടുന്ന് മുകളിലേക്കാണ് എൻ്റെ ട്രേഡ് വരുന്നത് അല്ലേ? അതായത് ഇവിടെ താഴെയാണ് കിടക്കുന്നത്. RSI താഴെയാണ് കിടക്കുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് വരുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിന്റിൽ വന്നിട്ട് 9:59 അല്ലേ? 9:59 പ്രൈസ് എത്രയാണ്? 52,300 സോ ഇവിടെ സമയം എത്രയാണ്? 9:59. സോ 9:59 എവിടെയാണ് വരണേ? സോ 9:59 വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. ഈ ഒരു സമയത്ത് RSI മുകളിലേക്ക് വന്നിട്ടുണ്ടോ? ഇവിടെ 35ന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടോ? ഓപ്ഷൻസിൽ വന്നിട്ടില്ല അല്ലേ? സോ ഇവിടെ വരുന്നത് എപ്പോഴാ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഏത് പോയിന്റിൽ? ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലേക്ക് പ്രൈസ് പോയിട്ടില്ല. എഗെയിൻ ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ വെച്ചിട്ടാണ് എന്റെ എൻട്രി ആക്റ്റീവ് ആവണേ. സോ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റിൽ വന്നിട്ട് എഗെയിൻ ഞാനൊരു 30 പോയിന്റ് 35 പോയിന്റ് ഇപ്പൊ ഈ ഒരു സിങ്ങിന്റെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 40 പോയിന്റ് അടുത്ത് SL വന്നു. സോ ഈ 40 പോയിന്റ് അടുത്ത് SL ഞാൻ വെച്ചു. ഇവിടുന്ന് എഗെയിൻ ഞാൻ 1:3 150 130 120 പോയിന്റ്സിനെ ഞാനിവിടെ മാർക്ക് ചെയ്തു. ആൻഡ് എഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എഗെയിൻ ഞാൻ ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പ്ലേസ് ചെയ്തു. ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ ക്യാൻഡിലാണ് ഈ ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ക്യാൻഡിൽ എങ്ങാണ്ടാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സിറ്റ് ചെയ്തു. ഇവിടെ 120 ആയിരുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇവിടെ എനിക്ക് എത്ര എടുക്കാൻ പറ്റി? 148 150 പോയിന്റ്സ് എടുക്കാൻ പറ്റി. സംഗതി സിമ്പിൾ അല്ലേ? എങ്ങനെ ട്രയൽ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? 5 ദിവസം ഡാറ്റ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നാളെ മുതൽ തന്നെ ചെറിയ ഒരു ലോട്ടിൽ, സിംഗിൾ ലോട്ടിൽ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യാത്തടത്തോളം കാലം ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ആകാൻ പോകുന്നില്ല. നിങ്ങൾ ട്രേഡ് ചെയ്യാത്തോളം നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പിൽ കോൺഫിഡൻസ് കിട്ടാൻ പോകുന്നില്ല. സോ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ ഐ ട്രൈ ടു മേക്ക് എ ലൈവ് ട്രേഡ് വീഡിയോ. ഈ ഒരു ടോപ്പിക്കിൽ ഒരു ലൈവ് ട്രേഡ് വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ എന്താണ് വ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. സോ വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അഗെയിൻ ഞാൻ വീഡിയോ ലെങ്തി ആയി കൊണ്ടുപോകാത്തത് ഓൾറെഡി അരമണിക്കൂറിന് മുകളിലായി, അതുകൊണ്ട് മാത്രമാണ്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റേ കൊച്ചു പറഞ്ഞ പോലെ ആ സാധനം കൂടി ചെയ്തേക്കുക. ആൻഡ് അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.